എവിടെ പോയി? പതിവ് പോലെ ഞാൻ മരുന്ന് കഴിക്കാൻ പോയതാ. പക്ഷെ ഞാനിപ്പോ കഴിച്ചില്ല. പാമ്പ് തന്നെത്താൻ ചട്ട കളയുന്ന മാതിരി എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു മിഷൻ പോലെ നിൽക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഇതാര് വേലു? എന്താടോ എന്റെ റൂട്ടിൽ കൂടി വരാതെ ഷോർട്ട് റൂട്ടിൽ കൂടി വന്ന് കയറിയിരിക്കുന്നു? ഇനി മേലാൽ ഈ വീട്ടിൽ നീ വന്നാൽ നിന്റെ എല്ല് കാണില്ല. മാലതേ, മാലതേ, മാലതേ. പറഞ്ഞത് കേട്ടില്ലേ? ഞാനും മാലതിയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എടാ ദ്രോഹി, നിനക്ക് എന്റെ വയറ്റത്ത് തന്നെ അടിക്കണം. നിനക്ക് വേറെ ആരെയും കിട്ടില്ലേ വെപ്പാട്ടിയായിട്ട് വെക്കാൻ? ഭാര്യയായിട്ട്, ഭാര്യയായിട്ട് മനസ്സിലായി നിനക്ക്? നിന്നെ ഞാൻ കണ്ടോളാം. എന്താ കാര്യം? ആ ഗോപിയേട്ടൻ ലീലയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇത്രയേ ഉള്ളൂ? അതവന്റെ സ്ഥിരം തൊഴിലല്ലേ? അവൻ നന്നാകാനങ്ങും പോകുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എവിടെ കറങ്ങിയാലും അവിടെ വന്നേ നിൽക്കും. നിനക്ക് അവനെ കല്യാണം കഴിക്കണമായിരിക്കും. നീയും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചുകൂടെ? എന്താ? അദ്ദേഹോ? കൊള്ളാവടി പെണ്ണേ, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. വാ വാ. അങ്ങേരിവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുക. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ മനസ്സിലായി 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 മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായില്ലേ? വാ വാ. എന്താണ് രണ്ടുപേരും വഴിതെറ്റി വന്നതായിരിക്കും? അതെ, നാണമില്ലാതെ വീണ്ടും വന്ന് കയറേണ്ടി വന്നു. ഓ, കല്യാണക്കാര്യത്തിനായിരിക്കും. നീ ലീലയും പറഞ്ഞു വിട്ടതായി മറിയ പറഞ്ഞു. രാവിലെ വരെ ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പൊ പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ആ സ്ഥാനത്തിന് മറിയ റെഡിയാണെന്ന് പറയട്ടെ. അവളെ ഇപ്പൊ തന്നെ ഡിസ്കസ് കളയാ. ഒരിടത്ത് നിന്ന് സംസാരിക്കുക. എടി പെണ്ണേ, ശിവാർജിക്ക് ചട്ടമ്പയും കൊണ്ട് വന്നതാണല്ലേ? നിനക്ക് മറിയെ കിട്ടാൻ മനസ്സുണ്ടോന്നാണ് ചോദിച്ചത്. എന്തിനാടാ ഇവളെ എനിക്ക് കൂട്ടിത്തരാൻ ശ്രമിക്കുന്നത്? ചാടാതെ. നിനക്കും ആ ദാപ്പർ മണിക്കും തമ്മിൽ എന്താ വ്യത്യാസം? നീ ഈ തൊഴിൽ അല്പം പുതിയതാണ്, അത്രേ ഉള്ളൂ. നിന്റെ നിർബന്ധം കാരണം ഞാൻ ഇവന്റെ അടുത്ത് വന്നു. അവൻ അവന്റെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എന്താ വയ്ക്കൂടെ? ചെല്ല് ചെല്ല്. अमरलाल आ गया है। सेठ, എഴുന്നേൽക്കൂ. എഴുന്നേറ്റ് പുറത്തു പോകാൻ. അനാവശ്യം പറയരുത്.
ഞാൻ ഇപ്പോഴെല്ലാം നിർത്തി. ഇനി ഇങ്ങോട്ട് വരരുത്. तुम क्या बोल रहे हो? तुम्हारे लिए 70 रुपये एक्सपेंडिचर है. 70 रुपया का माल मेरा अंदर है. पीटर को एकदम किक जाता है, लेकिन अब सब कुछ उधर गया. मालूम? സേठ, തന്നോട് എനിക്ക് പോരാ പറഞ്ഞത്. एല്ലാം നിർത്തി പറഞ്ഞു. तूने कैसा मालूम है? 70 रुपये का माल मेरा अंदर है. 70 रुपया सड़क मेरा अंदर है. ഇനി കച്ചവടം ഇല്ലെന്നോ പുറത്ത് ബോർഡെഴുതി വെക്കാൻ നിൽക്കോ? ഒന്ന് പോണ ചേട്ടേ. मालूम मालूम. तुम्हारे लिए पति मेरे साया मुठो पड़ा. पति मेरे आदि पड़ा. സേठ, പുറത്തൊരു കിണറുണ്ട്, അതിപ്പോയി ചാട്. मालूम मालूम. तुम आज क्यों ऐसा बोलती हो? मैं तेरे पाँव पकड़ता हूँ. 70 रुपये का माल मेरा अंदर है. तेरे बिना मैं जी नहीं सकता. कृपा करो मालू, कृपा करो मालू. नी एन्ने पो पड़ा ना नी पो चाहू तुमने चाहू मालू. मेरी जान अरे आंजनेय, तुम कौन है? पति शादी हो गया क्या? कल्याण കഴിക്കാൻ പോകുന്നു. ठीक है. अरे भाई, अरे ഇവിടെ ഞങ്ങൾക്ക് വിട്ടു തരൂ. നിങ്ങൾ നാട് നന്നാക്കാൻ വേറെ സ്ഥലം നോക്കൂ. बोलो बोलो, मैं एक वेश्यावतन हूँ. अरे तुम क्या करते? 70 रुपये माल मेरा अंदर है. വേഗം വാ, കാണിച്ചിരാ, വേഗം വാ. ആ വരുന്നതാണ് കടയ്ക്കാവൂ രാമൻ. നിനക്ക് എന്തറിയാമോ ആ ശ്രീധരൻ നായരെ പറ്റി? അയാൾ മഹാദുഷ്ടനാ. എത്ര കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുള്ളവരാണെന്നറിയാമോ? നീ ആ ശ്രീധരൻ നായർക്കെതിരായി സാക്ഷി പറയരുത്. ഞാൻ പറയും. അയാൾ ആ പാവപ്പെട്ട തൊഴിലാളിയെ തന്റെ കൂട്ടുകാരുമൊത്ത് തല്ലിക്കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ നീ പറയും അല്ലേടാ? ഞാൻ പറയും. എനിക്ക് എന്ത് വന്നാലും ഞാൻ പറയും. അടിക്കില്ലേ, ഞങ്ങൾ ഉപദ്രവിക്കില്ലേ? അയ്യോ, അമ്മ! ₹70 का माल अंदर है. അത് കണ്ടോ, അയാളെ പാവങ്ങളായിട്ട് ഉപദ്രവിക്കുന്നു. ഇയാളെ ഉപദ്രവിക്കരുത്. ദേവി, ഞാൻ പറഞ്ഞു കേൾക്കും. മനുഷ്യവേദന എന്തെന്നറിയാവുന്ന കാലത്ത് ഞാനിതൊക്കെ ചെയ്തതാണ്.